നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നടിയും നിയുക്ത BJP MP-യുമായ കങ്കണ റണാവത്തിന് ഛത്തീസ്ഗഡ് വിമാനത്താവളത്തിൽ വെച്ച കരണത്തടിയേറ്റ സംഭവം ചർച്ചയായിരുന്നു. CISF കോൺസ്റ്റബിളായ കുൽവീന്ദർ കൗറാണ് നടിയുടെ മുഖത്തടിച്ചത്. കരണത്തടി സംഭവം ചർച്ചയാകുമ്പോൾ കങ്കണയുടെ പഴയൊരു പോസ്റ്റാണ് നെറ്റിസൺസ് കുത്തിപ്പൊക്കിയിരിക്കുന്നത്. 2022 ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ വെച്ച നടൻ വിൽ സ്മിത്ത് അവതാരകൻ ക്രിസ് റോക്കിനെ അടിച്ച സംഭവത്തിൽ താരത്തെ ന്യായീകരിച്ചുകൊണ്ട് കങ്കണ രംഗത്തെത്തിയിരുന്നു. ഒരു കൂട്ടം വിഡ്ഢികളെ ചിരിപ്പിക്കാൻ ഏതെങ്കിലും വിഡ്ഢികൾ എൻ്റെ അമ്മയുടെയോ സഹോദരിയുടെയോ അസുഖം ഉപയോഗിച്ചാൽ വിൽ സ്മിത്ത് ചെയ്തതുപോലെ ഞാൻ അവനെ തല്ലും എന്നായിരുന്നു കങ്കണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനത്തിനിടയിലാണ് അവതാരകൻ ക്രിസ് റോക്കിന്റെ മുഖത്ത് വിൽ സ്മിത്ത് അടിച്ചത്. ഭാര്യ ജെയ്ഡ പിങ്കറ്റിനെ കളിയാക്കിയതിനായിരുന്നു വിൽ കരണത്തടിച്ചത്. അലോപേഷ്യ രോഗം കാരണം തല മൊട്ടയടിച്ചായിരുന്നു ജെയ്ഡ ചടങ്ങിനെത്തിയിരുന്നത്. ഇവരുടെ മൊട്ടയടിച്ച തലയെക്കുറിച്ചായിരുന്നു ക്രിസ് റോക്കിന്റെ പരാമർശം. ഇതിൽ പ്രകോപിതനായ വിൽ സ്മിത്ത് വേദിയിലെത്തി ക്രിസിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. സംഭവം വലിയ വിവാദമാവുകയും അക്കാദമി അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. ഓസ്കാറിൽ നിന്നും അക്കാദമിയുടെ മുഴുവൻ പരിപാടികളിൽ നിന്നും 10 വർഷത്തേക്ക് നടന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് വിൽ സ്മിത്ത് ക്രിസ് റോക്കിനോട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. അതേസമയം കങ്കണയുടെ കരണത്തടിച്ച കുൽവീന്ദർ കൗറിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചണ്ഡീഗഡ് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് കങ്കണയ്ക്ക് അടിയേറ്റത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് മുൻപ് കങ്കണ നടത്തിയ പരാമർശം സംബന്ധിച്ച ഉദ്യോഗസ്ഥ കങ്കണയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടെന്നും തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ട്. കങ്കണ ബോർഡിംഗ് ഏരിയയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു സംഭവം. പഞ്ചാബിൽ തീവ്രവാദം വർദ്ധിക്കുന്നത് തന്നെ ആശങ്കപ്പെടുത്തുന്നുവെന്നായിരുന്നു പിന്നീട് കങ്കണ പ്രതികരിച്ചത്. 100 രൂപ കൊടുത്താൽ കർഷക പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ആളുകൾ തയ്യാറാണെന്ന് കങ്കണ പറയുമ്പോൾ തന്റെ അമ്മ അവിടെ സമരം ചെയ്യുകയായിരുന്നുവെന്ന് കുൽവീന്ദർ കൗർ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.